നമസ്കാരം. ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെന്നെത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കും. വൈ ഡു വി ചേസ് ഇമോഷണലി അൺഅവൈലബിൾ പീപ്പിൾ? വളരെയധികം ആളുകൾ ഞാൻ ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. പക്ഷേ അവരെപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഇമോഷണലി അൺഅവൈലബിൾ ആകുന്ന ആളുകളെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ കാണുന്നതിനും അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുന്നതിനും ചില കാരണങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്, ഫെമിലാരിറ്റി വിത്ത് ഇമോഷണൽ ഡിസ്റ്റൻസ്. ചില സമയങ്ങളിൽ നാം ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ പുറകെ പോകുന്നത് നമുക്ക് അതാണ് പരിചയം എന്നുള്ളതിനാലാണ്. കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് ചൈൽഡ്ഹുഡിൽ ഇൻകൺസിസ്റ്റൻറ്റ് ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഒരു നോർമലായിട്ട് തോന്നാം. അപ്പോൾ ബാല്യകാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുകയും ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നുവെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഒരു കോമൺ പാറ്റേൺ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. അതിനാൽ ഈവൻ ദോ നാം കോൺഷ്യസ്ലി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുമ്പോഴും സബ് കോൺഷ്യസ്ലി ഇമോഷണൽ ഡിസ്റ്റൻസ് ഫെമിലിയർ ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ആ ഒരു സൈക്കിളിൽ തന്നെ കിടന്ന് കളിക്കാനും ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ പുറകെ പോകാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, അൺറിസോൾവ്ഡ് ഇമോഷണൽ വൂൺസ്. നമ്മുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ വൂൺസ് ഉള്ളതിനാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ട്രോമാസ് ഉള്ളതിനാൽ നാം അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാതെ പോയാൽ നമുക്ക് ഇതൊരു പാറ്റേൺ ആയിട്ട് ക്യാരി ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരെ ഇപ്പോൾ അവർ ഇമോഷണൽ അൺഅവൈലബിൾ ആയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അത്തരം ആളുകളെ ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവാം എന്നുള്ളതാണ്. പക്ഷേ ഇതിലൂടെ ഒരു ഹീലിംഗ് നേടുന്നതിന് പകരം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സൈക്കിളിൽ തന്നെ കുടുങ്ങുന്ന പല വ്യക്തികളെയും കണ്ടുവരാറുണ്ട്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹീലിംഗ് യു ഫൈൻഡ് യുവർ സെൽഫ് സ്റ്റക്ക് ഇൻ ദ സെയിം സൈക്കിൾ ഓഫ് അൺഫുൾഫിൽഡ് ഇമോഷൻസ്. നമ്മൾ തന്നെ വിചാരിക്കും ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, ദാറ്റ്സ് ഓക്കെ, ഇതൊരു നോർമൽ പാറ്റേൺ ആണ്. കാരണം ചെറുപ്പകാലം മുഴുവനും നമുക്കതാണ് നേരിട്ടതെങ്കിൽ ഇതൊരു സൈക്കിളാണെന്നോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെന്നോ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നില്ല. നെക്സ്റ്റ് റീസൺ ഇസ് ഫിയർ ഓഫ് ഇൻറ്റിമസി എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ ഇമോഷണൽ കണക്ഷൻസ് റിക്വയർസ് വൾനറബിലിറ്റി. പൂർണ്ണമായും മറ്റൊരാളുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വൾനറബിലിറ്റി ആവണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പലവർക്കും ഒരു ഇൻറ്റിമേറ്റ് ആവാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രൂ സെൽഫിനെ കാണിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഹേർട്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ബിട്രയലോ ഇമോഷണൽ പെയിനോ പോയൊരു വ്യക്തിയാണ് എങ്കിൽ ഇൻറ്റിമസിക്ക് ഒരു വല്ലാതൊരു ഭയം തോന്നാം എന്നുള്ളതാണ്. വീണ്ടും ഹേർട്ട് ആവില്ല എന്ന് തോന്നുന്നതിൻ്റെ ഒരു സേഫർ ഓപ്ഷൻ ആയതിനാൽ, അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ആവാതിരിക്കാനായിട്ട് വി ഓഫ്റ്റൻ ഇമോഷണലി അൺഅവൈലബിൾ പാർട്ട്നേഴ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അയാൾ ഇമോഷണലി അവൈലബിൾ ആയിരുന്നു, നമ്മൾ ഒരുപാട് ടൈമും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഉപേക്ഷിച്ചു പോയി. ആ ഒരു പെയിൻ നമുക്കത് ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് പോകുന്നതിന് പകരം ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും. കാരണം നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾക്ക് ഇനി ഹേർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതിനാലാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ദ നെക്സ്റ്റ് റീസൺ ഇസ് സീക്കിംഗ് വാലിഡേഷൻ. സംടൈംസ് നമ്മളൊക്കെ അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളെ ഫോളോ ചെയ്യുന്നത് അവരുടെ സ്നേഹം, കാരണം ഈ ചേസ് ചെയ്ത് വേണമല്ലോ അവരുടെ സ്നേഹവും അറ്റൻഷനും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അവരുടെ സ്നേഹം നേടാൻ സാധിച്ചാൽ ഇറ്റ് വിൽ പ്രൂവ് അവർ വർത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനാലാണ്.
കാരണം നമ്മൾ ഒരുപാട് കരഞ്ഞിട്ട് അവരുടെ അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തല്ലുപിടിച്ച് ബഹളം വെച്ചിട്ടായിരിക്കും അവരുടെ സ്നേഹവും അറ്റൻഷനും ഒക്കെ കിട്ടുന്നത്. ദ ഹാർഡർ ഇറ്റ് ഈസ് ടു ഗെറ്റ് ദെയർ അറ്റൻഷൻ, ദ മോർ വാല്യുബിൾ ഇറ്റ് ഫീൽസ്. പക്ഷേ ഇതൊരു കൺസിസ്റ്റൻറ്റ് ലവോ അല്ലെങ്കിൽ സപ്പോർട്ടോ മീറ്റ് ചെയ്യാൻ തടസ്സമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ നെക്സ്റ്റ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മാറ്റേഴ്സ്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ കെയർ ഗിവേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്നിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണോ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ അഡൾട്ട് റിലേഷൻഷിപ്പിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ, ഇമോഷണൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത പാർട്ട്നേഴ്സിനെ സ്വാഭാവികമായിട്ടും ആകർഷിക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അവർ ഒരു വ്യക്തിയുമായിട്ടൊന്ന് കുറച്ചും കൂടി ക്ലോസ് ആവാൻ ക്രേവിങ് ഉണ്ടായിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കാത്ത പാർട്ട്നേഴ്സിനെ തങ്ങളുടെ സബ് കോൺഷ്യസ്ലി എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് മൈറ്റ് ലീഡ് ടു നെവർ എൻഡിങ് ചേസ്. അതെപ്പോഴും നമ്മുടെ ആ ഒരു ക്ലോസ്നെസ് ക്രേവ് ചെയ്യുമ്പോഴും, എന്നാൽ ഇതൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ ഒരു തലത്തിൽ നമുക്കൊരു ക്ലോസ്നെസ് വേണം, പക്ഷെ മറ്റൊരു തരത്തിൽ നമ്മൾ ചേസ് ചെയ്യുന്നത്, സബ് കോൺഷ്യസ്ലി നമ്മൾ ചേസ് ചെയ്യുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്നേഴ്സിനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിള് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ പാറ്റേൺസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി നമുക്കൊരു സൈക്കോതെറപ്പിയിലൂടെ പോകാം. സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യുന്നതിലൂടെ അൺഹെൽത്തി ഡൈനാമിക്സിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെയൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പാസ്റ്റ് ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്ത് ഒരു ഹെൽത്തിയർ ആയിട്ട്, അല്ലെങ്കിൽ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒരു 2 പഠനങ്ങൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയപ്പോൾ, സെവറൽ സ്റ്റഡീസ് ഇമോഷണൽ ഡൈനാമിക്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ്. 2017 ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റഡിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉള്ളവർ അൺഅവൈലബിൾ പാർട്ട്നേഴ്സിനെ കൂടുതലായിട്ട് പുറകെ നടന്ന് ചേസ് ചെയ്യുന്നു എന്ന് കണ്ടെത്തി. അപ്പോൾ ഇത്തരം പാറ്റേൺസ് പലവരും അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോൺ ഗോട്ട്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിസർച്ചിൻ്റെ ഒരു പേപ്പർ എങ്ങനെയായിരുന്നു, ഇമോഷണൽ അൺഅവൈലബിലിറ്റിയെ കുറിച്ചിട്ട് റീസൺസ്, റിജക്ഷൻ, ഫിയർ, ട്രോമ, അൺറിസോൾവ്ഡ് ഇമോഷണൽ വൂൺസ്, ഇതെല്ലാം മറ്റൊരു കാരണമാണ് നമ്മൾ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതും അവരുടെ പുറകെ പോകുന്നതും എന്നുള്ളതാണ്. ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സൈക്കിളിൻ്റെ റൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ആളെ ചേസ് ചെയ്ത് നമ്മൾക്കൊരു അറ്റൻഷനും ഒരു സ്നേഹവും വാലിഡേഷനും ഒക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു വർത്ത്ഫുള്ളാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമോ റെസ്പെക്റ്റോ, അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു മാർഗവും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി ഓൾ ഡിസേർവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. നമുക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള, ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പാറ്റേൺസ് മനസ്സിലാക്കി ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനും, അങ്ങനത്തെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.